Hello students, welcome to the second session in the fourth module. Today we'll be going deep to the linear motion or translational motion. So mainly we are dealing with, we have already studied that translation motion can be of two types, rectilinear and curvilinear. Actually we will be dealing rectilinear motion mostly here. Okay, so a particle is said to be in linear motion if the path traced by its is a straight line. അതായത് പാത്ത് ഒരു ബോഡി ട്രേസ് ചെയ്യുന്ന പാത്ത് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ദാറ്റ് മോഷൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ലീനിയർ മോഷൻ. Many kinematic problems in linear motion can be solved just by using the definition of speed, velocity and acceleration. സോ ആക്സലേഷൻ, സ്പീഡ്, വെലോസിറ്റി എന്നുള്ള മൂന്ന് ടേംസ് അല്ലെങ്കിൽ മൂന്ന് കൺസെപ്റ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കൈനമെറ്റിക്സ് ആക്ച്വലി we are studying kinematics, okay, not kinetics, kinematics. That means we are not referring to the forces, only the motion. We are only referring to the motion. That means velocity, speed and acceleration. And we will move to kinematics later in this module. Okay, so now we'll learn about some motion curves or graphs. First one, displacement time graph or displacement time curve. So displacement time curve is ഇതിൽ y ആക്സിസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കും, ഓർ എസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എസ് യൂസ് ചെയ്തിട്ടാണ് റെഫർ. സോ ദിസ് ഈസ് എസ് ആൻഡ് ടൈം ഈസ് ടി, ആൻഡ് എക്സ് ആക്സിൽ നമ്മൾ ടൈം എടുക്കും. ഓക്കെ, സപ്പോസ് ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കർവാണെന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ T1 എന്നുള്ള ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് S1 ആണെന്ന് വിചാരിക്കാം. T2 S2 എന്നുള്ള S2. അങ്ങനെ വേറൊരു പോയിന്റിൽ ഒരു STN, ഒരു nth പോയിന്റിൽ SN എന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആക്കും. സപ്പോസ് ദിസ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് കർവ്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കർവ്. അപ്പോൾ നമുക്കറിയാം ഒരു കർവ് ഒരു XY കർവ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻജൻറ്റ് ടു ദാറ്റ് കർവാണ്. സ്ലോപ്പ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ടാൻജൻറ്റ് ടു ദാറ്റ് കർവ്. എന്നാൽ ടാൻജൻറ്റ് ഇക്വേഷൻ വെച്ചാൽ dy/dx ആണ്, dy/dx. സോ ഹിയർ സ്ലോപ്പ് എന്ന് പറയുന്നത്, സപ്പോസ് ഈ ഒരു പോയിന്റിൽ നമ്മൾ സ്ലോപ്പ് കാണുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി ആ പോയിന്റിൽ. സപ്പോസ് ഇതൊരു പോയിന്റാണ് സ്ലോപ്പ്. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു ആംഗിളിനെയാണ്, ഈ തീറ്റ എന്നുള്ള ആംഗിളാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സുമായിട്ട്, സപ്പോസ് എക്സ് ആക്സ്, ഇതൊക്കെ മാക്സിൽ ബേസിക്സ് ആണ്. ഈ ഒരു ആംഗിൾ തീറ്റയാണ് സ്ലോപ്പ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ലോപ്പാണ്. തീറ്റ വിൽ ബി ഈക്വൽ ടു dy/dx. ഇവിടെ y എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എക്സ് ആക്സിൽ ടൈമാണ്. സോ തീറ്റ ഈസ് ds/dt. ബട്ട് യു നോ ദാറ്റ് ds/dt ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി. സോ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം കർവ് will give you velocity. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടൈം കർവിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഓരോ പോയിന്റിലും എന്തുണ്ടാവും, ഇവിടെ ഇവിടുത്തെ സ്ലോപ്പ് ആയിരിക്കില്ല ഇവിടുത്തെ സ്ലോപ്പ്. അപ്പോൾ ഓരോ പോയിന്റിലും വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വെലോസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി ചേഞ്ചസ് ബിക്കോസ് സ്ലോപ്പ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. സ്ലോപ്പ്, ഈ കർവ് എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ, ഇതൊരു കർവ് അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ ഇതൊരു കർവ് ആയതുകൊണ്ട് വെലോസിറ്റി ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. സോ ദിസ് പർട്ടിക്കുലർ സ്ലോപ്പ്, ദ കർവ് റെപ്രസെൻറ്റ്സ് എ നോൺ യൂണിഫോം മോഷൻ. കാരണം നോൺ യൂണിഫോം മോഷൻ എന്തുകൊണ്ട്, നോൺ യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി ചേഞ്ചസ് അറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. വെലോസിറ്റി ചേഞ്ചസ് അറ്റ്
different points, different locations, different points in that curve. അതുകൊണ്ട് ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം കർവ് ഓഫ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. അഗെയിൻ നമുക്ക് അടുത്തൊരു കർവ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം കർവാണ്. വെലോസിറ്റി ടൈം കർവ്. വെലോസിറ്റി ടൈം കർവ് എന്ന് പറയുന്നത് സപ്പോസ് ഇത് വി വൈ ആക്സിസിലും ടി എക്സ് ആക്സിസിലും ആൻഡ് സപ്പോസ് ഇതും ഇങ്ങനെ ഒരു കർവാണ് ആയിരിക്കും. സോ വെലോസിറ്റി ടൈം കർവാണിത്. ഈ ഒരു പോയിന്റിൽ ഞാൻ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഓക്കെ, സ്ലോപ്പ് വിൽ ബി തീറ്റ ഈസ് ഈക്വൽ ടു, തീറ്റ എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിളാണ്. ഹൊറിസോണ്ടലായിട്ട് ഈ ഒരു പോയിന്റിൽ, ഈ പോയിന്റിൽ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. തീറ്റ വിൽ ബി എന്താണ്, സ്ലോപ്പ് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഇവിടെ ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ ഹിയർ തീറ്റ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്, ആക്സലറേഷൻ ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആക്സലറേഷനാണ്. ഓക്കെ, ആക്സലറേഷനാണ്. അപ്പോൾ ഇവിടെയുള്ള ആക്സലറേഷൻ ആയിരിക്കില്ല ഇവിടെയുള്ള ആക്സലറേഷൻ. കാരണം എല്ലാ പോയിന്റിലും സ്ലോപ്പ് ഡിഫറെൻ്റ് ആണ്. സ്ലോപ്പ് ഡിഫറെൻ്റ് ആകുമ്പോൾ ദിസ് ഈസ് എ ഫിഗർ ഓഫ് നോൺ യൂണിഫോം ആക്സലറേഷൻ. നോൺ യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ ഇത് നമ്മൾ രണ്ട് കർവും പഠിച്ച ഒരു ജനറൽ കർവാണ്. അതായത് ഒന്ന് നോൺ യൂണിഫോം ആയിട്ടാണ് വെലോസിറ്റി വേരി ചെയ്യുന്നത്, നോൺ യൂണിഫോം ആയിട്ടാണ് ആക്സലറേഷൻ വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഐഡിയ പറയാം, വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സപ്പോസ് സ്ലോപ്പ് മനസ്സിലായി. സപ്പോസ് ഐ ആം കൺസിഡറിങ് എ സ്മോൾ ടൈം ഇൻ്റർവൽ. ഇത് ടൈം അല്ലേ, ആക്ച്വലി ഇത് ടൈമാണ്. ഞാനൊരു സ്മോൾ ടൈം ഇൻ്റർവൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. സ്മോൾ ടൈം ഇൻ്റർവൽ. ഈ ടൈം ഇൻ്റർവൽ എന്ന് വെച്ചാൽ ഒരു ഡെൽ ടി ടെൻസ് ടു 0 എന്നുള്ള രീതിയിൽ, ഡെൽ ടി ടെൻസ് ടു 0 അങ്ങനെയുള്ളൊരു സ്മോൾ ടൈം ഇൻ്റർവൽ ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ ഡെൽ ടി എടുക്കുന്നതിനാണ് നമ്മളിവിടെ ഡി ടി എന്ന് എടുക്കുന്നതിനായിരിക്കുന്നത്. ഡി ടി ഇത് ഡി ടി ആണ്. ഡി ടി എന്ന് വെച്ചാൽ സ്മോൾ ടി തന്നെയാണ്. നമുക്കറിയാം ഡി എസ് ബൈ ഡി ടി ആണെന്ത്, വെലോസിറ്റി, അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി ആണെന്ത്, ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഡി എസ് ഈസ് ഈക്വൽ ടു വി ഡി ടി എന്ന് എഴുതിക്കൂടെ. ഡി എസ് ഈക്വൽ ടു വി ഡി ടി അത് ഡി എസ് വി ഡി ടി എഴുതി കഴിഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം, ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് എഴുതിക്കൂടെ. എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് എഴുതിക്കൂടെ. അപ്പോൾ വെലോസിറ്റി ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഡി ടി എന്നുള്ള ഒരു ടൈം ഇൻ്റർവെല്ല് വി ഇത് ഡി ടി ആണ്. ഈ ഒരു വിഡ്ത്ത് ഡി ടി ആണ്. ഈ ഒരു ഹൈറ്റ് എന്താണ്, വി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ്. സപ്പോസ് ഇത് T1 ആണ്, ഇത് T2 ആണെന്ന് വിചാരിക്കാം. ദിസ് ഈസ് T1 ആൻഡ് ദിസ് ഈസ് T2 ആണെന്ന് വിചാരിക്കാം. T2 അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഫ്രം T1 ടു T2 ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം ഏരിയ ഇൻ്റഗ്രൽ വി ഡി ടി ഫ്രം T1 ടു T2 എന്ന് വെച്ചാൽ ഈ മൊത്തം ഏരിയ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ആ മൊത്തം ഏരിയയുടെ മീനിങ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം T2 മൈനസ് T1 എന്നുള്ള ടൈമിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു വാല്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് വെലോസിറ്റി ടൈം കർവിൻ്റെ ഏരിയ എന്ത് തരും, ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ഓക്കെ, ആൻഡ് നൗ തേർഡ് ഗ്രാഫ് എന്ന് വെച്ചാൽ ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ ഇത് ആക്സലറേഷൻ, ഇത് ടൈം എപ്പോഴും എക്സ് ആക്സിലാണ്, കാരണം ടൈം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്.
ബാക്കിയൊക്കെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ടൈമിനനുസരിച്ചാണ് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ആക്സലറേഷനും മാറുന്നത്. അതുകൊണ്ട് ടൈമിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് എടുക്കും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ആക്സിൽ എടുക്കും. എപ്പോഴും നമ്മളൊരു ഗ്രാഫ് എടുക്കുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് എക്സ് ആക്സിൽ എടുക്കുന്നത്. ഏതിനനുസരിച്ചിട്ടാണോ ഒരു പ്രോപ്പർട്ടി മാറുന്നത്, ആ മാറുന്ന പ്രോപ്പർട്ടി നമ്മൾ വൈ ആക്സിൽ എടുക്കും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ എക്സ് ആക്സിൽ എടുക്കും. ഓക്കെ, സോ അതാണ് എൻ്റെ കൺസെപ്റ്റ്. സപ്പോസ് ഇതും ഒരു കർവാണ് വിചാരിക്കുക. ഏരിയ അണ്ടർ ദ കർവ്, ഏരിയ അണ്ടർ ദ കർവ് എന്ത് വരും? ഏരിയ അണ്ടർ ദ കർവ് എന്ത് വരും? ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ഡി വി ബൈ ഡി ടി ആണ് ആക്സലറേഷൻ. സോ ഡി വി ഈസ് ആക്സലറേഷൻ ഇൻറ്റു ഡി ടി. സോ വി വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി. ഇൻ്റഗ്രൽ എ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ അണ്ടർ ദ എ ആക്സലറേഷൻ ടൈം ഗ്രാഫാണ്. എ ഇൻറ്റു ഡി ടി എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്നല്ലേ. ഇൻ്റഗ്രൽ എ ഡി ടി എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്കുള്ള ടോട്ടൽ ഏരിയ. സോ ഇത് T1 ഇത് T2 ആണെങ്കിൽ ഫ്രം വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ T1 ടു T2 എ ഡി ടി എന്നുള്ളത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് between T1 and T2 ആണ്. So that will give you the velocity. That will give you the velocity. So the area under the graph represents the velocity. Okay, average velocity. So this will be the average velocity between time interval T1 and T2. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്താണ്, ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്, അതിൻ്റെയൊക്കെ ഒരു ഫിസിക്കൽ മീനിങ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫിസിക്കൽ മീൻ ആക്ച്വലി ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി എ ബൈ ഡി ടി ആണ്. സ്ലോപ്പ് ഡി എ ബൈ ഡി ടി. ഡി എ ബൈ ഡി ടി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഹയർ ഒരു കൺസെപ്റ്റാണ്. ജെർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ ജെർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിങ്ങളെ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ സ്കോപ്പിൽ വരുന്നൊരു ക്വാണ്ടിറ്റി അല്ല. അതുകൊണ്ട് ജസ്റ്റ് ഇഗ്നോർ ദി സ്ലോപ്പ് ഓഫ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്, no problem. Mechanical students they will be studying about dA by dt in their higher semesters. Okay, അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ആൻഡ് മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. മോഷൻ അതായത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ ദ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ദിസ് ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് വേർ വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. സോ ദിസ് ഈസ് കർവ് ഫോർ മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്, ഹൊറിസോണ്ടൽ കർവാണ്. ഇപ്പോൾ നമുക്കറിയാം ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും? സപ്പോസ് ഇതുവരെയാണ് നമ്മൾ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ വി ഡി ടി ആണ്. ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഇൻ്റഗ്രൽ ഡി ടി ഈസ് ഈക്വൽ ടു എസ്. ഡി ടി എന്ന് പറയുന്നത് സപ്പോസ് ഇത് 0, ഇത് ഒരു ടൈം T1. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ വി T2 മൈനസ് T1 ആണ്. T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു എസ്. ഇത് ഓക്കെ, ഇത് T2 നടത്തും. T1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു T2 ഈസ് ഈക്വൽ ടു എസ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഈസി ആയിട്ട് നമുക്ക് ഈക്വേഷൻ കിട്ടും അല്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് ഒരു യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്റ്റ്ലി വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കിട്ടും. ഓക്കെ, ഇനി യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിലോ? മോഷൻ വിത്ത് യൂണിഫോം ആക്സലറേഷൻ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? യൂണിഫോം ആക്സലറേഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ ഇതാ എ ഇങ്ങനെയായിരിക്കും, ടൈം ടി ഇങ്ങനെയായിരിക്കും. ഇതാണ് യൂണിഫോം ആക്സലറേഷൻ്റെ ഒരു കർവ്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, സപ്പോസ് ഒരു യൂണിഫോം ആക്സലറേഷൻ എ ഈസ് എ യൂണിഫോം ആക്സലറേഷൻ, കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ ആണ്.
ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു ആയിട്ട് എടുത്തു. ഫൈനൽ വെലോസിറ്റി എന്ന് വെച്ചാൽ സപ്പോസ് ഒരു ടൈം ഇൻ്റർവൽ ടി, അതായത് ടൈം ഇൻ്റർവൽ ടി ആണ്, യുന്ന് വിയിലേക്കുള്ള ടൈം ഇൻ്റർവൽ ടി ആണെന്ന് വിചാരിക്കാം. ടൈം ടേക്കൺ ഫോർ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഫ്രം ടി ഈസ് ദി ടൈം ടേക്കൺ ടു ഫ്രം വി യു ടു വി, ടൈം ബിറ്റ്വീൻ യു ടു വി. യുന്ന് വിയിലേക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടി. So you know that A is change in acceleration is change in dv by dt എന്ന് അറിയാം. പക്ഷെ നമ്മൾ ആവറേജ്, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ആണ്. പക്ഷെ നമ്മൾ ഒരു ആവറേജ് കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വെച്ചാൽ വി മൈനസ് യു ആണ്. ഡി ടി എന്ന് വെച്ചാൽ ടൈം ടേക്കൺ. സോ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് എഴുതാം, ഓർ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ശ്രദ്ധിക്കണം, എ കോൺസ്റ്റൻ്റ് ആണ്. എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ, അതായത് യൂണിഫോം ആക്സലറേഷൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ വാലിഡ് ഉള്ളൂ. നോൺ യൂണിഫോം ആണെങ്കിൽ മാറും. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. നിങ്ങൾ യുവർ +1 +2 കാലഘട്ടത്തിൽ പഠിച്ചൊരു ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സിമിലർലി ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത്, എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ഈക്വൽ ടു വി ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? നമ്മൾ ഇവിടെ നമ്മളിത് പഠിച്ചു ഓൾറെഡി. ഇവിടെ കണ്ടു. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ആവറേജ് വെലോസിറ്റി. ഈ വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ വി എടുക്കാം, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് വി, നമ്മൾ രണ്ട് വെലോസിറ്റി ഉണ്ട്, യു ടു വി ആണ്. അപ്പോൾ ആവറേജ് എന്ന് വെച്ചാൽ യു പ്ലസ് വി ബൈ ടു എന്നുള്ളതാണ് ആവറേജ് വെലോസിറ്റി. സോ എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ ടു ഇൻറ്റു ടി എന്ന് എഴുതാം അല്ലേ? ബട്ട് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് അറിയാം. സോ എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വിക്ക് പകരം യു പ്ലസ് എ ടി ഡിവൈഡ് ബൈ ടു ഇൻറ്റു ടി എന്ന് എഴുതാം. ഇത് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. സോ 2s ഈക്വൽ ടു 2s ഈക്വൽ ടു എന്താണ്? ടു എസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ടു എസിലേക്ക് പോകണ്ട. എസ് ഈസ് ഈക്വൽ ടു 2ut പ്ലസ് 2u വരുന്നില്ലേ, പ്ലസ് എ ടി സ്ക്വയർ ബൈ ടു എന്ന് എഴുതിക്കൂടെ, ബൈ ടു. സോ എസ് ഈസ് ഈക്വൽ ടു 2ut ബൈ ടു എന്ന് വെച്ചാൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ ഒരു കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. സിമിലർലി ടി എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷനിൽ വി മൈനസ് യു ബൈ എ എന്നുള്ളത് ടി ആയിട്ട് എഴുതിക്കൂടെ, വി മൈനസ് യു ബൈ എ ടി ആയിട്ട് എഴുതാം. സോ ഇവിടെ ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ എസ് ഈക്വൽ ടു നമ്മൾ ഇവിടെ എസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ ടു ഇൻറ്റു ടി, ഈ ഇക്വേഷനിൽ എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ ടു ഇൻറ്റു ടി എന്നുള്ള ഇക്വേഷനിൽ ഗീവ്സ് എസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ ടു ഇൻറ്റു വി മൈനസ് യു ബൈ എ അല്ലേ? കാരണം ഇവിടെ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് എസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ ടു ഇൻറ്റു വി മൈനസ് യു ബൈ എ എന്ന് എഴുതി. സോ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് വെച്ചാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ഇവിടെ ഒരു 2a പ്രൊഡക്റ്റ് ഉണ്ട്. 2a ഞാൻ എൽ എച്ച് എസിലേക്ക് എടുത്തു. 2a is equal to v square minus u square. So v square minus u square is equal to 2as. So we have obtained three equations. One is v is equal to u plus at. Second one s is equal to
ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. Third one, v square minus u square is equal to 2as. So we have obtained 3 equations of motion. Okay. പക്ഷേ ഈ 3 ഇക്വേഷൻ നിങ്ങളിപ്പോൾ ഡിറൈവ് ചെയ്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരു +2 ലെവൽ മെത്തേഡാണ്. ആക്ച്വലി നമുക്കറിയാം ഡി വി ബൈ ഡി ടി ആണ് എന്ത് ആക്സലറേഷൻ എന്നറിയാം. ഡി വി ബൈ ഡി ടി ആണ് ആക്സലറേഷൻ. ദാറ്റ് മീൻസ് ഡി വി ഈസ് ഈക്വൽ ടു എ ഡി ടി എന്നറിയാം അല്ലേ. സോ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, സപ്പോസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ എന്ത് വരും, ഒരു കോൺസ്റ്റൻറ്റ് വരും, C1 എന്നുള്ള കോൺസ്റ്റൻറ്റ് വരും. കാരണം നിങ്ങൾ ഇൻ്റഗ്രേഷൻ ടെക്നിക്സ് പഠിച്ചതാണ്. കാരണം ഇവിടെ 0 ഉണ്ടാവും, ആ 0 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ C1 എന്നുള്ള കോൺസ്റ്റൻറ്റ് വരും. സോ ഇൻ്റഗ്രൽ ഡി എന്ന് വെച്ചാൽ എന്താ, വി ആണ്. ഇൻ്റഗ്രൽ എ ഡി ടി എന്താണ്, എ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ്റെ കേസാണ്. അപ്പോൾ എ ഡി ടി വെച്ചാൽ എ ടി തന്നെയാണ്, എ ടി പ്ലസ് C1 വരും. ഓക്കെ. ബട്ട് വെൻ ടി ഈസ് ഈക്വൽ ടു 0, വെലോസിറ്റി എന്ന് പറയുന്നത് യു ആയിട്ട് എടുക്കാം. അതായത് 0 എന്നുള്ള ടൈമിലുള്ള, അതായത് സ്റ്റാർട്ടിങ് ടൈമിലുള്ള വെലോസിറ്റി യു ആയിട്ട് എടുക്കാം. അപ്പോൾ ടിക്ക് 0 കൊടുത്താൽ വി യു ആയി. അതായത് വി ഈസ് ഈക്വൽ ടു യു അറ്റ് എ ഇൻറ്റു 0 പ്ലസ് C1. എ ഇൻറ്റു 0 പ്ലസ് C1. എ ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0, C1 എന്ന് വെച്ചാൽ യു ആയി. സോ വി ഈസ് ഈക്വൽ ടു എ ടി പ്ലസ് C1 പകരം യു എന്ന് എഴുതാം. അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇങ്ങനെയാണ് നമ്മളൊരു എൻജിനീയറിംഗ് ലെവലിൽ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ. സോ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റിയാണ്. പക്ഷേ വെലോസിറ്റി ഓൾറെഡി ഡി എസ് ബൈ ഡി ടി ഈസ് ഓൾറെഡി യു, വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഡി എസ് ഈസ് ഈക്വൽ ടു വി യു പ്ലസ് എ ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതിക്കൂടെ. ഡി എസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഇൻറ്റു ഡി ടി. ഓർ എസ് ഈസ് ഈക്വൽ ടു, അതായത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ അടുത്തൊരു കോൺസ്റ്റൻറ്റ് C2 വരും. സോ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് വെച്ചാൽ എസ് ആണ്. ഇൻ്റഗ്രൽ യു പ്ലസ് എ ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് യു ഡി ടി. ഇൻ്റഗ്രൽ യു ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ എ ടി ഡി ടി പ്ലസ് C2 വരും. ഇൻ്റഗ്രൽ യു ഡി ടി എന്ന് വെച്ചാൽ യു കോൺസ്റ്റൻ്റ് ആണ്, ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്, യൂണിഫോം വെലോസിറ്റി, യു ടി വരും. ഇൻ്റഗ്രൽ എ ടി ഡി ടി എന്ന് വെച്ചാൽ എ കോൺസ്റ്റൻ്റ് ആണ്, ടി ഡി ടി എന്ന് വെച്ചാൽ ടി സ്ക്വയർ ബൈ 2 ആണ്, എ ടി സ്ക്വയർ ബൈ 2 വരും പ്ലസ് C2. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പ്ലസ് C2 വരും. സോ C2 വെൻ ടി ഈസ് ഈക്വൽ ടു 0, അതായത് ഇനീഷ്യൽ ടൈം 0 ആകുമ്പോൾ ഇനീഷ്യൽ പോയിന്റിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് 0 ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. സോ ഇവിടെ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എസ് എന്താവും, എസ് 0, എസ് ഈസ് ഈക്വൽ ടു 0 വെൻ യു ടിക്ക് 0 കൊടുക്കുന്നു, ഹാഫ് എ ഇൻറ്റു 0 പ്ലസ് C2. സോ ഇത് 0 ക്യാൻസൽ ആയപ്പോൾ C2 വിൽ ബി ഓൾസോ 0. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 0 ക്യാൻസൽ ആക്കാം. ദാറ്റ് ഇസ് ഹൗ യു ആർ ഗെറ്റിംഗ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വരും. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വരും. സോ C2 0 ആയിട്ട് പോയി. എന്താ പറയാം, തേർഡ് ഇക്വേഷൻ ആക്സലറേഷൻ്റെ ഇക്വേഷൻ വെച്ചാൽ ഡി വി ബൈ ഡി ടി ആണ്. ഈ ഡി വി ബൈ ഡി ടി നമുക്ക് ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് മാറ്റി എഴുതാം. ഡി എസും താഴെ മുകളിലും വരും. ആക്ച്വലി ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്, വെലോസിറ്റിയാണ്. ആക്സലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി എസ് ഇൻറ്റു വെലോസിറ്റി. കാരണം ഡി എസ് ബൈ ഡി ടി എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. സോ ഈ ഇക്വേഷന് ഡി എസ് എൽ എച്ച് എസിലേക്ക് എടുത്താൽ വി ഡി വി എന്ന് വരും. എന്താണ് വി ഡി വി, ഡി എസ് എന്ന് വെച്ചാൽ വി ഡി വി വരും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഐ ആം ഇൻ്റഗ്രേറ്റിംഗ് ഇറ്റ്.
Actually, I am integrating this and this. Okay. So I am integrating within the limit u2. ഇത് ലിമിറ്റ് വെച്ചിട്ട് ലിമിറ്റ് ഇൻ്റഗ്രലാണ്, വിത്തിൻ ലിമിറ്റാണ്. u2v ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് വെച്ചാൽ എ ഡി എസ് എന്ന് വെച്ചാൽ എന്താണ്, എസ് ആണ്, എ എസ് ആണ്. വി ഡി വി എന്ന് വെച്ചാൽ വി സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് വി ആൻഡ് യു. ഓക്കെ. ഇവിടെ കോൺസ്റ്റൻറ്റ് വരില്ല, കാരണം ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് വരില്ല, അതറിയാലോ. ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 ഫ്രം യു ടു വി. അപ്പോൾ എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2 എന്ന് വരും. സോ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. സോ ഇതാണ് നമ്മൾ തേർഡ് ഇക്വേഷൻ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇങ്ങനെയാണ് നിങ്ങൾ ശരിക്കും ഒരു എൻജിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ derive വേണ്ട. Okay, so I think with this we can conclude this. ഇതാണ് കൈനമാറ്റിക്സിൻ്റെ ഇക്വേഷൻസ്. അടുത്ത സെഷനിൽ ഒരു 2-3 പ്രോബ്ലംസ്, 2 പ്രോബ്ലം ചെയ്യാം. അതിൻ്റെ നമുക്ക് അടുത്ത കർവി ലീനിയർ മോഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ കൈനറ്റിക്സിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.